നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗാമോഫോബിയയെ കുറിച്ചാണ്. ഗാമോഫോബിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ മൊത്തം സ്ത്രീകൾക്കുള്ള വിവാഹ പേടിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിനോടുള്ള പേടിയാണ് ഗാമോഫോബിയ. എന്നാൽ അത് സ്ത്രീകൾക്ക് മാത്രമല്ല സംഭവിക്കുക, പുരുഷന്മാരിലും കാണാറുണ്ട്. ഗാമോഫോബിയയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. സ്ത്രീകളിൽ മാത്രമുള്ള ഭയമല്ല ഗാമോഫോബിയ, പുരുഷന്മാരിലും ഉണ്ടെന്നതാണ് വസ്തുത. ഗ്രീക്ക് വാക്കായ ഗ്രാമോസ് അഥവാ വിവാഹം എന്നതിൽ നിന്നും ഉത്ഭവിച്ച വാക്കാണ് ഗാമോഫോബിയ. വിവാഹത്തെ ഭയക്കുന്ന ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ നോക്കാം. വിവാഹശേഷം പങ്കാളി ഉപേക്ഷിച്ച് പൊയ്ക്കളയുമോ എന്ന ഭയം, വിവാഹത്തെക്കുറിച്ച് വളരെ കാലം നീണ്ടു നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഭയം, വളരെ നെഗറ്റീവായിട്ടുള്ള മനോഭാവം, ചെറുപ്പകാലത്ത് മാതാപിതാക്കളുമായി വൈകാരിക അടുപ്പമുണ്ടാകാനുള്ള സാഹചര്യമില്ലാതെ പോയതുകൊണ്ട് മാതാപിതാക്കളുടെ വിവാഹ ജീവിതത്തിലുണ്ടായ തകർച്ച ചെറുപ്പം മുതൽ കാണേണ്ടി വരുന്ന അവസ്ഥ, പ്രണയബന്ധം തകർന്നുള്ള ഒരു ദുരനുഭവം, സുഹൃത്തുക്കളുടെ പ്രണയങ്ങൾ തകർച്ചയിലാകുന്നത് പലതവണ കാണുന്നതിൻ്റെ ഫലമായി സ്വാതന്ത്ര്യവും ഇപ്പോഴത്തെ വ്യക്തിത്വവും നഷ്ടമായി പോകുമോ വിവാഹശേഷം എന്നുള്ള ഭയം, മറ്റൊരാൾ തന്നോട് കൂടുതൽ അടുക്കാൻ അനുവദിക്കാതിരിക്കുക എന്നിവയെല്ലാം ഈ ഗാമോഫോബിയയുടെ കാരണങ്ങളാവാം. ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ ഒരു സമയം ഒരു വ്യക്തിക്ക് തോന്നുന്ന ചില സിംറ്റംസ് ഉണ്ട്. അമിതമായിട്ട് നെഞ്ചിടിപ്പ് കൂടുക, നെഞ്ചിന് ഭാരം തോന്നുക, ശരീരം വിറയ്ക്കുക, അമിതമായിട്ട് വെട്ടി വിയർക്കുക, ശ്വാസതടസ്സം അനുഭവപ്പെടുക, അമിതമായിട്ടുള്ള കിതപ്പ് എന്നിവയെല്ലാം, അങ്ങനെ ആങ്സൈറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് എല്ലാം ഇത്തരക്കാർ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഒരു ഭയമുള്ള വ്യക്തിയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതല്ല ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഇവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നതിന് പുറകിൽ റീസൺസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നോ ഏതെങ്കിലും ഒരു കാരണമാകാം അവർക്ക് ഇങ്ങനെ ഒരു ഭയം തോന്നാനുള്ള കാരണം. ആ കാരണം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ കാരണത്തെ അവരിൽ നിന്നും മാറ്റുന്നതാണ് ഇതിനുള്ള ഉത്തമ സൊല്യൂഷൻ. അല്ലാതെ ഇവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാൽ ചിലപ്പോൾ ആ ബന്ധവും ഒരു പരാജയത്തിലോട്ട് എത്തിച്ചേരാം. അതുകൊണ്ട് അതിന് മുതിരാതെ നേരത്തെ തന്നെ ഇവരുടെ ഇത്തരമൊരു ഭയത്തിനുള്ള കാരണം മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുന്നതാണ് നല്ലത്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന മനഃശാസ്ത്ര ചികിത്സ ഈ ഭയം അകറ്റാൻ ഒരു പരിധിവരെ സഹായകരമാണ്. ഈ ഭയത്തിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ആദ്യഘട്ടം. നെഗറ്റീവായ ചിന്താഗതിയെ പരിഹരിക്കുന്നതിന് മുമ്പ് മനസ്സിനേറ്റ മുറിവുകളെയും മാറ്റിയെടുക്കേണ്ടതായുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ ചിലർ റിലാക്സേഷൻ തെറാപ്പിയും പ്രയോജനപ്പെടും. ആവശ്യമെങ്കിൽ യോഗ പോലുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.